എൻ്റെ പേര് നേഹ. ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് 2025 ഏപ്രിൽ 26-നാണ്. എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പിതാവും പുത്രനും പരിശുദ്ധമായ സത്യേക ദൈവത്തിനും പരിശുദ്ധ അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാനിന്നിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ IELTS പഠിക്കാൻ വേണ്ടിയിട്ട് +2 കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചായിരുന്നു. എനിക്ക് ന്യൂസിലൻഡിൽ പോയിട്ട് BSW പഠിക്കാനായിരുന്നു ആഗ്രഹം. ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് എൻ്റെ ഫാമിലിയിൽ കുറച്ച് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ സാക്ഷ്യം കേൾക്കുന്നതിൽ കൂടെ ഒക്കെ കേട്ടാണ് ഞാൻ അമ്മ മാതാവിനെ പറ്റിയും ഒക്കെ കൃപാസനത്തെ പറ്റിയൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഞാൻ IELTS പഠിക്കുന്ന സമയത്ത് എല്ലാ ഫ്രൈഡേയ്സും ഞങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് റീഡിങ് മൊഡ്യൂളിന് ഒരിക്കലും എനിക്ക് വേണ്ട സ്കോർ കിട്ടത്തില്ലായിരുന്നു. 6.5 ആണ് എനിക്ക് വേണ്ട സ്കോർ. പക്ഷേ എനിക്ക് എപ്പോഴും 4.5ഉം 4ഉം ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കി മൊഡ്യൂൾസൊന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് ആയപ്പോൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ടും എനിക്ക് റീഡിങ് മൊഡ്യൂളിന് ഒരിക്കലും മാർക്ക് കൂടുന്നേ ഇല്ലായിരുന്നു. കാരണം ലാസ്റ്റായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത മോക്ക് ടെസ്റ്റിന് വരെ എനിക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്കോറാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചത് കാരണം അതിൻ്റെ ബാക്കി മോഡ്യൂൾസിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ രണ്ടും കളിപ്പിൽ ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഒപ്പും അതേപോലെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് എക്സാമിന് കയറിയത്. ഞാൻ എല്ലാ എക്സാംസിനും വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് കയറിക്കൊണ്ടിരുന്നത്. അപ്പം റീഡിങ് മൊഡ്യൂളിൽ എനിക്ക് കിട്ടിയ പേപ്പർ ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്ത എല്ലാ റീഡിങ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് മാതാവ് ഈശോയും തന്നത്. ഏറ്റവും എളുപ്പമായിട്ട് എനിക്കത് എഴുതാൻ പറ്റി. എനിക്ക് ആൻസേഴ്സൊക്കെ വേഗം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ടൈം മാനേജ്മെൻറ്റ് എനിക്ക് എപ്പോഴും ഒരു ഇഷ്യൂ ആയിരുന്നു. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമായിട്ട് അവിടെ വന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ റീഡിങ്ങും ലിസ്ണിങ്ങും ഒരൊറ്റ ഷീറ്റിലാണ് നമ്മൾ 2 സൈഡിലായിട്ടാണ് എഴുതുന്നത്. അപ്പം അത് ഇൻവിജിലേറ്റേഴ്സ് എപ്പോഴും മാറിപ്പോകരുതെന്ന് പറയും. ഞാനത് ശ്രദ്ധിച്ച് തന്നെ എഴുതിയത്. പക്ഷേ ലാസ്റ്റ് കുറച്ച് ടൈമും കൂടെ ബാക്കിയുള്ളൂ. ആ സമയത്ത് എൻ്റെ അടുത്തൂടെ പോയ ഒരു ഇൻവിജിലേറ്റർ എന്നോട് പറഞ്ഞു, ഞാൻ എഴുതിയതിൽ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് അത് എഴുതിയേക്കുന്നത് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു തരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ ഈശോയും മാതാവും തന്നെയാണ് എന്നോട് സഹായിച്ചത്. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. കാരണം അപ്പോൾ അത് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ എഴുതി മൊത്തം എനിക്ക് 2 മൊഡ്യൂൾസും ക്യാൻസലായി പോയേനെ. അങ്ങനെ ഉള്ള സമയത്ത് ഞാനത് വേഗം ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. അപ്പം ചെറിയൊരു കോൺഫിഡൻസ് പറഞ്ഞു. എഴുതിയിൽ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതേപോലെ റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാൻ നന്നായിട്ട് എഴുതിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ എനിക്കൊരു ഫസ്റ്റ് 50 മിനിറ്റ്സ് എനിക്കൊന്നും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുൾ ബ്ലാങ്ക് ഔട്ടായി പോയി. ഞാൻ പോയിൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് 50 മിനിറ്റ്സ് അങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെങ്കിലും ആലോചിച്ചപ്പം എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായി, ഈ പോയ സമയം പോട്ടെ, ഇനിയുള്ള സമയത്ത് നീ പിടിച്ചു കയറാൻ നോക്കുന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോയിൻറ്റ്സും കിട്ടിയതൊക്കെ വെച്ച് ഞാൻ എഴുതി. ഓവറോൾ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് 7th ഡേ റിസൾട്ട് വന്നു. ഞാൻ 7.5 എന്നൊരു സ്കോർ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നിങ്ങനെ ഞാൻ വിചാരിച്ചായിരുന്നു. എൻ്റെ മമ്മി അതേ സ്കോർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്ന ദിവസം എനിക്ക് ഒരിക്കലും കിട്ടാതിരുന്ന 4 കിട്ടിക്കൊണ്ടിരുന്ന 6.5 വേണ്ടടുത്ത് 4 കിട്ടിക്കൊണ്ടിരുന്ന റീഡിംഗ് മൊഡ്യൂളിൽ എനിക്ക് മാതാവ് ഈശോയും 8 സ്കോർ തന്നെ മാതാവ് അനുഗ്രഹിച്ചു. അതേപോലെ എനിക്ക് ഓവറോൾ 7.5 സ്കോറുമാണ് തന്നേക്കുന്നത്. അതിന് ഈശോയ്ക്ക് മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം എൻ്റെ വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഓവറോൾ എൻ്റെ പ്രോസസ്സിങ്ങൊക്കെ ഭയങ്കര ഡിലേ ആയിരുന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടാനും ഓഫർ ലെറ്റർ വരാനും ലോൺ എടുക്കാനൊക്കെ ഒരുപാട് ഡിലേ ആയിരുന്നു. എൻ്റെ കോഴ്സ് February 3-നാണ് തുടങ്ങായിരുന്നത്. ഞാൻ January 2-നാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അപ്പം ആ സമയം ഫെബ്രുവരിയിൽ അപ്രൂവ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ജൂലൈയിലുള്ള ഇൻടേക്കിൽ പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ എൻ്റെ February 3 ക്ലാസ് കഴിയുന്ന ഡേറ്റും കഴിഞ്ഞു. മാർച്ചായിട്ടും എനിക്ക് വിസ വന്നിട്ടില്ല, ഒരു അപ്ഡേറ്റും എനിക്ക് വരുന്നില്ല. കൂടാതെ ഏജൻസിയിൽ നിന്ന് എൻ്റെ ആപ്ലിക്കേഷൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, വിസ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അങ്ങനെ മാർച്ച് ആയപ്പം നോമ്പിൻ്റെ സമയത്ത് ഞാനും എൻ്റെ ആൻറ്റിയും കൂടെ ഒരു 10 ദിവസത്തേക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, 10-ാം ദിവസം കഴിയുന്നതിന് എന്തായാലും ഒരു റിപ്ലൈ മാതാവ് തരുമെന്ന് ഞാൻ ആൻറ്റി ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ മാർച്ച് 18-ാം തീയതിയുള്ള ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം അത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും ചോദിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അന്ന് ഒരുപാട് ഞാൻ മാതാവിനോട് ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പം എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. എൻ്റെ കണ്ടീഷണൽ വിസ എനിക്ക് അപ്രൂവ്ഡ് ആയിട്ടെന്ന് പറഞ്ഞ് കോൾ വന്നു. അപ്പം ആക്ച്വലി ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷേ അതിനകത്ത് 2 കണ്ടീഷൻസാണ് അവർ പറഞ്ഞത്.
പുതിയ ഓഫർ ലെറ്റർ സബ്മിറ്റ് ചെയ്യാനും അതേപോലെ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് പേ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പുതിയ ഓഫർ ലെറ്ററിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴാണ്, അത് കോളേജിൽ നിന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇനി എനിക്ക് ഈ വർഷം 2025 എനിക്ക് വേറൊരു ഇൻടേക്ക് ഇല്ല. ഒറ്റ ഇൻടേക്ക് എൻ്റെ ഒരു BSW എന്ന കോഴ്സിന് ആ യൂണിവേഴ്സിറ്റിയിലുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് നെക്സ്റ്റ് 2026 ഫെബ്രുവരി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഞാൻ ഒരു വർഷം തന്നെ ഓൾറെഡി പോയതിന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, പ്രോസസ്സിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഒരു വർഷം കൂടെ പോരുമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നെക്സ്റ്റ് ഡേ എനിക്ക് മാർച്ച് 19 എനിക്ക് കണ്ടീഷണൽ വിസ അപ്രൂവ് ആവുന്നത്. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ സാധാരണ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം എണീക്കാറുണ്ട്. അപ്പം 4:30 ആയപ്പോൾ ഞാൻ തന്നെ എണീച്ചു. എൻ്റെ തലയുടെ സൈഡിൽ ഇങ്ങനെ ആരോ കൊട്ടുന്ന പോലെ ഇങ്ങനെ തോന്നി. ഞാൻ തന്നെ എണീച്ചു കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഫോണിലൊരു കോൾ വന്നു. എൻ്റെ കസിൻസ് ന്യൂസിലൻഡിലുണ്ട്. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ കരയണ്ട, ഒരു വർഷം നിനക്ക് കിട്ടിയത് ഭാഗ്യം തന്നെയാണ്, മാതാവ് തന്നതെന്ന് വിചാരിച്ചാൽ മതി. കാരണം ആ ഒരു 1 ഇയർ എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു അവസരമായിട്ടാണ് തന്നേക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ എനിക്കത് മൂവ് ഓൺ ചെയ്യാനായിട്ട് എനിക്ക് ഹെൽപ്പായി. അങ്ങനെ നെക്സ്റ്റ് കടമ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് പേ ചെയ്ത് എൻ്റെ റിസീറ്റ് കൊടുക്കണമായിരുന്നു. അപ്പം 2026 ഇൻടേക്കിന് ബാങ്കിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻടേക്കിന് അത്രയും നേരത്തെ അവർ ലോൺ എമൗണ്ട് വിത്ഡ്രോ ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം ബ്രാഞ്ച് ഓഫീസിൽ നിന്നപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് കോഴിക്കോടുള്ള ഹെഡ് ഓഫീസിൽ പോകുന്ന വഴി മൊത്തം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം ഇനിയൊരു തടസ്സം കൂടെ വരല്ലേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസർ ഭയങ്കര കൂളായിട്ടാണ് എന്നോട് സംസാരിച്ചത്. എൻ്റെ മോൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, മോൾ ടെൻഷൻ അടിക്കേണ്ട, ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ശരിയായി. അതിൻ്റെ പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്തു. അപ്പം എനിക്ക് ഇമിഗ്രേഷൻ മെയിൽ വന്നു, എൻ്റെ വിസ ഹോൾഡ് ചെയ്ത് വെക്കുവാണ്, ഇനിയും 2026 ഇൻടേക്കിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏപ്രിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഇത്തിരി കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്നെ മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 29 ഞാൻ പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. അപ്പം എൻ്റെ ഇനിയൊരു അപ്ഡേറ്റ് എൻ്റെ വിസേനെ പറ്റിയിട്ട് ഒരു നവംബർ അല്ലെങ്കിൽ പോകാനുള്ള സമയമാകുമ്പോഴത്തേക്ക് വരുമെന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഓഗസ്റ്റ് 29 വന്ന അന്ന് രാവിലെ 6:45 തന്നെ എനിക്ക് മെയിൽ വന്നു. എൻ്റെ കണ്ടീഷണൽ വിസ, അടുത്ത ലിവിങ് എക്സ്പെൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അടുത്ത കണ്ടീഷണൽ വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് മാതാവ് ഈശോ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. കാരണം അവരുടെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി. ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് ഉടമ്പടി പുതുക്കി പോയത്. അങ്ങനെ നവംബർ 9 ശേഷം അവരെല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ലിവിങ് എക്സ്പെൻസിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നവംബർ 12 ആയപ്പോൾ ഞങ്ങളതൊക്കെ അപ്ലോഡ് ചെയ്തു. ഒരു വീക്കിനുള്ളിൽ ഇനി എനിക്ക് ഫൈനൽ അപ്രൂവൽ കിട്ടുമെന്നാണ് ഏജൻസി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, ഇനി എനിക്കൊരു ഡിലേ തരരുത്. കാരണം ഞാൻ ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി എനിക്കൊരു ഡിലേ തരരുത് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്തായാലും തരണം ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് അറിയാവുന്ന ഒരു അച്ഛനെ കണ്ടപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഫൈനൽ സ്റ്റേജസിൽ കൂടെയാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ വിസ പ്രോസസ്സിംഗ് ഒക്കെ. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ കുർബാനയിൽ ഓർക്കാൻ മോളെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ സൺഡേ അച്ഛൻ കുർബാനയിൽ ഓർത്തു. ഞാൻ ഏറ്റവും ഭക്തിയോടെ ഞാൻ ആ കുർബാന സ്വീകരിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പം ഒരു തോന്നൽ തോന്നി, ഏജൻസിയിൽ ഒന്ന് വിളിച്ച് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഒരാഴ്ച ആവുന്നൊരു സമയമാണ്. അപ്പം ഞാൻ ചോദിച്ചു. അവരെന്നോട് പറഞ്ഞു 2 മണിയാകുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മണിയായപ്പോൾ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ വിസ ഫുള്ളി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അത് സംഭവിച്ചത് നവംബർ 17 അങ്ങനെ നെക്സ്റ്റ് ഡേ എനിക്ക് അവർ ഡോക്യുമെൻ്റ് അയച്ചു തന്നു. അന്ന് ഉടമ്പടി ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ആ ഡോക്യുമെൻ്റ് തുറന്നു. എനിക്ക് എൻ്റെ മെയിലായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഒരു 9th എന്നൊരു നമ്പറിലാണ്. കാരണം ഞാനിവിടെ വന്നത് ഓഗസ്റ്റ് 29 ഉടമ്പടി പുതുക്കാൻ വന്നു. ഫെബ്രുവരി 9 എൻ്റെ 2026 ക്ലാസ് തുടങ്ങുന്നത്. അതേപോലെ എനിക്ക് വിസയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് നവംബർ 9 ആയിരുന്നു. അതേപോലെ ഞാനിപ്പം ടിക്കറ്റ് എടുത്തേക്കുന്നതും ഡിസംബർ 29 വേണ്ടിയിട്ടാണ്. ഞാൻ ഡിസംബർ 29 ന്യൂസിലൻഡിന് പോവുകയാണ്. എനിക്ക് ആ ടിക്കറ്റ് എടുക്കുന്നതിലും ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവ് എന്തായാലും ഇടപെടണം. കാരണം എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു പൈസ ഇത്രയും എമൗണ്ട് ചിലവാക്കിപ്പിക്കരുതേ, മാതാവ് തന്നെ ടിക്കറ്റ് എടുത്തിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവ് നല്ലൊരു റേറ്റിൽ തന്നെ ഡിസംബർ 29 മാതാവ് ടിക്കറ്റ് എടുത്ത് തന്നു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിന് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ പാലിയേറ്റീവ് കെയറിൽ പോവായിരുന്നു, ഹോം കെയറിന് പോവായിരുന്നു. അപ്പം അവിടെ ചെല്ലുന്ന വീട്ടുകളിലൊക്കെ ഞാൻ പ്രായമായവരൊക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു നന്മ നിറഞ്ഞ് പറയുമ്പോൾ ചൊല്ലിയിട്ട് ഞാൻ ഇറങ്ങാറുള്ളൂ. അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം ആദ്യം ചെയ്യാൻ എനിക്ക് നല്ല മടിയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അതൊരു നിയോഗമായിട്ട് വെച്ചു.
അങ്ങനെ അത് പിന്നെ എനിക്ക് അത്തവണ നല്ലപോലെ ചെയ്യാൻ പറ്റി പ്രേക്ഷിത പ്രവർത്തനമൊക്കെ. പിന്നീട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഉടമ്പടിയെ പറ്റി ഒക്കെ പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ നിത്യജീവനെ പറ്റി എറ്റേണിറ്റിനെ പറ്റി ഞാൻ അത്യാവശ്യം കൺസേൺഡ് ആവാൻ അതിനെപ്പറ്റി അവെയർ ആവാൻ തുടങ്ങിയത് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെയാണ്. പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയത് തന്നെയാണ്. അതുവരെ ഞാൻ അതിനെപ്പറ്റി അത്ര ശ്രദ്ധിച്ചിരുന്ന ഒരാളേ അല്ല. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അതിൻ്റെ ഒരു എയിം എന്താണെന്നൊക്കെ എനിക്ക് നല്ലപോലെ മനസ്സിലായി. ഒരു ആവറേജ് ക്രിസ്ത്യനായിട്ട് പള്ളിയിൽ പോയി സദാപോലെ പ്രാർത്ഥിക്കുന്നതൊക്കെ നടന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പം എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ ഒരു ജനറേഷനിൽ പെട്ട പിള്ളേർക്കൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അതിന് എൻ്റെ മാതാവ് ഈശോയും തിരഞ്ഞെടുത്തതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ആത്മീയമായിട്ട് ഞാൻ പള്ളിയിൽ ദിവസം കുർബാനയൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പോകാനൊന്നുണ്ടായിരുന്നില്ല. ഞായറാഴ്ച മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ദിവസം കുർബാന വെച്ചാലും എനിക്ക് പോകാൻ ഇൻട്രസ്റ്റാണ്. അതേപോലെ ജപമാല ഞാൻ അങ്ങനെ ചൊല്ലാറൊന്നും ഇല്ലായിരുന്നു, എനിക്കങ്ങനെ അറിയത്തില്ലായിരുന്നു. ജപമാല ചൊല്ലാൻ തുടങ്ങി. ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യവും ഞാൻ ഓരോരുത്തർക്ക് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപയെ എനിക്ക് ഈശോ തന്നു. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിര ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. സങ്കീർത്തനം 3:3. നേഹ മരിയ എന്ന മകളുടെ ഉടമ്പടി അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ശിരസ്സുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപീഠത്തിലാണ് ഈ മോളിപ്പോൾ നിൽക്കുന്നത്. ഈശോയും പരിശുദ്ധ അമ്മയും കൂടി ഈ മകളുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് പുതിയ ജോലിയിലേക്ക് പോകുവാൻ മാത്രമായിട്ടാണ് ഈ മകൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആ മകൾ പറഞ്ഞതുപോലെ IELTS എക്സാമിന് പോയപ്പോഴും വിസയുടെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴും എല്ലാം ഓരോ പ്രാവശ്യവും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തൈലവും ഉപ്പും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യത്തിനും മുന്നോട്ട് വച്ചിരുന്നത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഒരാഴ്ചക്കകം എനിക്ക് വിസ തരണമേ എന്ന് മോൾ പ്രാർത്ഥിച്ചു. ഈ മകളുടെ ജീവിതത്തിൽ ഡേറ്റുകൾക്കും വലിയ പ്രാധാന്യമാണ്. പരിശുദ്ധ അമ്മ സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഉടമ്പടി എടുത്ത ഉടനെ പുതുക്കിയ ഉടനെ ഒരാഴ്ചക്കകം എൻ്റെ കാര്യം നടത്തി തരണേ എന്ന് ഈ മകൾ പ്രാർത്ഥിച്ചപ്പോൾ ആ കാര്യവും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ മകളുടെ വിസ റെഡിയാക്കി കൊടുത്തു. ഉടമ്പടി എടുത്ത ദിവസം 29th. എല്ലാ വർക്കും പ്രൊസീഡ് ചെയ്തതും ഫെബ്രുവരി 9 നവംബർ 9 ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ ചോദിച്ച ദിവസം. ഡിസംബർ 29, 2025 ഈ മകള് പുതിയ ജോലിക്കായിട്ട് ന്യൂസിലൻഡിലേക്ക് പോകുന്നത്. സമയചുരുക്കത്തിൻ്റെ അമ്മ നമ്മൾ ഡേറ്റ് ഇട്ട് സമയത്തിന് നമ്മൾ ഓരോ ആഗ്രഹങ്ങളും അമ്മയുടെ മടിയിലേക്ക് നമ്മുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മളുടെ കാര്യങ്ങളും കേൾക്കാതിരിക്കുന്നിട്ടില്ല. ഈ മകൾ പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങളിലും മകൾ കൂടെ പറയുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഓരോ കാര്യത്തിന് പോയപ്പോഴും. ആത്മീയമായിട്ടും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം നല്ല രീതിയിൽ ചെയ്യുവാൻ ആഗ്രഹമായി. ഈശോയുടെ കൊച്ചുമക്കളാണ് കൂടുതൽ ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിലേക്ക് കൂടുതൽ കടന്നു വരുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഉടമ്പടിയിലൂടെ അവരുടെ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവരൊരിക്കലും കൈവിടാറില്ല. ഈശോ നമ്മുടെ കൂടെയുണ്ട്. സാന്നിധ്യം അറിയുന്നത് പല രീതികളിലാണ്. പല വ്യക്തികളിൽ കൂടെ ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ അനുഗ്രഹവും നമ്മൾ അറിയുന്നു. ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ ജീവിച്ചതിലൂടെ പാലിച്ചതിലൂടെ നേഹ എന്ന മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.